വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനുള്ളത് ലൂൺ സെന്ററിലാണ് കേട്ടോ. ഇന്നിപ്പം ഡിസംബർ 31 ഏതാനും മണിക്കൂറുകൾക്കകം നമ്മള് പുതിയ വർഷം ആവും. അപ്പൊ ഞങ്ങള് ലൂൺ സെന്ററിൽ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് എന്റെ ക്യാമറാമാൻ ഈസ് ഹലോ ഗൈസ്, ഞാനാണ് ക്യാമറമാൻ. ലെറ്റ്സ് ഗോ. പുറത്തിറങ്ങണോ എന്ന് കുറേ നേരം ആലോചിച്ചു കേട്ടോ. നേരത്തെ മഴ ഉണ്ടായിരുന്നു, പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങി. പക്ഷേ ഞാനാണ് പുഷ് ചെയ്ത് കൊണ്ടുവന്നത്. അതെ, പക്ഷെ നന്നായി തോന്നുന്നു. നല്ല കാറ്റുണ്ട്, പക്ഷെ ഇപ്പൊ അത്ര ഭയങ്കര മഴയില്ല. പക്ഷെ ചെറിയ മഴ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. മഴ ആക്ച്വലി നല്ലോണം കുറഞ്ഞു, കാരണം ഈ ലാമ്പിലേക്ക് വെച്ച് പക്ഷെ എനിക്ക് കുറച്ചു നേരം ഇവിടെ നിക്കണം, അതാണ് അതിന്റെ ഒരു ഇത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ന്യൂ ഇയറിന്, പക്ഷെ അന്ന് നമ്മുടെ വീഡിയോ ഒന്നും ഇട്ടുണ്ടായില്ല. അന്ന് ഭയങ്കര സ്നോ ആയിരുന്നു. സ്നോ അല്ല, അന്നും മഴയായിരുന്നു. അന്നല്ല സ്നോ, നിനക്ക് ഓർമ്മയില്ല? അത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ നിനക്ക് ഓർമ്മയില്ല? അന്ന് രാത്രി അതന്നല്ല, അത് വേറൊരു ദിവസമാണ്. ന്യൂ ഇയറിന് അന്ന് ആക്ച്വലി മഴയായിരുന്നു. എന്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ. അപ്പൊ എന്തായാലും നിങ്ങളത് കാണും. അപ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് ലൂൺ കത്തീഡ്രലിന്റെ അവിടെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കട്ടെ. സ്ഥലമൊക്കെ ഉണ്ടാവും, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പോയി നോക്കാം. നമ്മൾ അങ്ങനെ ഡൽഹിയിൽ തിരിച്ചെത്തിട്ടോ. നമുക്ക് ബസ് ഉണ്ടായില്ല, അപ്പം ട്രാം എടുത്തിട്ട് നമ്മൾ ഇടിയോൺ ഗേറ്റ് ഇറങ്ങി. ഇപ്പൊ നമ്മള് ഡൽഹിയിൽ നടന്ന് തണുത്തിട്ട് പറയണൊക്കെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഒഫീഷ്യലി ന്യൂ ഇയറിലാണ് നമുക്ക്. ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. അവന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. നിങ്ങളത് കണ്ടിട്ട് റബ്ബടിച്ചിട്ട് ബോധമില്ലാണ്ട് തെറ്റിദ്ധരിക്കരുത്, ഫുൾ ബോധത്തിലാണ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. സോ യെസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി 2025. എല്ലാവരുടെയും ജീവിതം എല്ലാവരുടെയും ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിറയട്ടെ. മോർണിംഗ്. സോ ദേ ഞാൻ അങ്ങനെ എണീറ്റു, കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാം. എന്നാലും വന്ന് കിടന്നപ്പം ഒരു 1:45-2 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എണീറ്റു, ചെറിയ മഴയൊക്കെ ഉണ്ട് പുറത്ത്. അങ്ങനെ ഒഫീഷ്യലി നമ്മളെ ന്യൂ ഇയർ ആണ്. ജനുവരി 1 ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് റൂമിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്യണം. പിന്നെ റൂമിലെ അലൈൻമെന്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, ഒരു ബെഡും കൂടെ എക്സ്ട്രാ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം നമ്മൾ എഴുതിയിട്ടുള്ള ലെറ്റർ ടു സെൽഫ് വായിക്കാനുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് പുറത്ത് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു വീഡിയോ കൂടെ എടുക്കാണ്ട്, 2024 റിഫ്ലക്ഷൻ വീഡിയോ. അത് ഞാൻ എടുക്കണോ എടുക്കണ്ടെന്നുള്ളതിൽ ഇത്ര ക്ലോസ് ആയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു 2024 നല്ലൊരു ഇയർ ആയിരുന്നു, അപ്പോൾ അതെന്തായാലും എടുത്തേക്കാം. പിന്നെ എനിക്ക് കാണുമ്പോൾ ഒരു രസമായിരിക്കും. അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം പെട്ടെന്ന് പോയിട്ട് ഒരു കപ്പ് ബൂസ്റ്റൊക്കെ ആയിട്ട് കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് നമ്മളെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദ ഡേ. എനിക്ക് ബൂസ്റ്റും മേപ്പിൾ പെക്കാനും. ഞാൻ എല്ലാ ദിവസവും രാവിലെ മേപ്പിൾ പെക്കാനൊന്നും കഴിക്കില്ല കേട്ടോ. അതെ, അപ്പം ഇത് കഴിഞ്ഞ ദിവസം ലിഡിൽ പോയപ്പോൾ വാങ്ങിയതാ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കഴിക്കാം. അപ്പം അധിക ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, പക്ഷെ അതത്ര നല്ല ശീലമല്ല. വെരി ബാഡ്. അതെ, ഇത് നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബൂസ്റ്റാണ്. ഇവിടെ നമുക്ക് ബൂസ്റ്റ് കിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ പുറത്ത് പോയിട്ട്? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും സൂപ്പർ വെടിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം. 2024 റിഫ്ലക്ഷൻസ്. അതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കണത്, യെസ് ഞാൻ കാണിച്ചു തരാം.
നമ്മൾ കഴിഞ്ഞ വർഷം എഴുതി വെച്ചിട്ടുള്ള ലെറ്റർ ഇതിനകത്തുണ്ട്. അത് വായിച്ചു നോക്കാന്നുള്ളതാണ്. ഞാനതെടുത്ത് വായിച്ചു നോക്കട്ടെ. ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ലെറ്റർ. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ കയ്യിൽ 2 ലെറ്ററും കൂടി ഉണ്ട്. ഇതെനിക്ക് അമര അയച്ച ലെറ്ററാണ് ആൻഡ് ഇതെനിക്ക് ദേവിക തന്ന ലെറ്ററാണ്. സോ അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതെ, ഇതാണ് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ളത്. ടു ബി ഓപ്പൺ 1/1/2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ മറന്നു വെച്ചില്ല, ഞാൻ ഇന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളിത് എഴുതാറില്ലെങ്കിൽ എല്ലാ വർഷവും ഇത് എഴുതിയിട്ട് നെക്സ്റ്റ് ഇയർ അത് വായിച്ചു നോക്കാം കേട്ടോ. ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷൻ ബോർഡ് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അമ്മനും വാ, അമ്മൻ എന്നെ ഹെൽപ്പ് ചെയ്യും. കമോൺ, പാട്ട് വെച്ച് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. സോ ഗൈസ്, നമ്മളത് അങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് ഞാൻ വിചാരിച്ചത്. നെക്സ്റ്റ് പരിപാടി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു സെൽഫ്. നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് 2026 Jan 1 സോ അതിന് നമ്മുടെ കയ്യിൽ സാധാ ഒരു നോട്ട് ഉണ്ടായാൽ മതി. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു നോട്ടിൽ നിന്ന് 2 പേജ് കയറി എടുത്തിട്ടുണ്ട്. യെസ്, ഒന്ന് എനിക്കും ഒന്ന് അമനും. അമൻ ഇവിടെ വരൂ, എഴുതൂ. ഇവിടെ ഇരുന്ന് എഴുതൂ. എന്താ അങ്ങനെ നമ്മൾ രണ്ടുപേരും ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എഴുതിയിട്ടോ. അത് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കൂ. 1-ാം തീയതി തന്നെ എഴുതണമെന്നൊന്നുമില്ല, ഫസ്റ്റ് മന്ത് എപ്പോൾ വേണമെങ്കിലും എഴുതാം. ഓൾസോ ഞാൻ ഈ വർഷം വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം. പ്ലാനർ കേട്ടോ. പ്ലാനർ ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് ബ്രാൻഡിൻ്റെ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. സോ ഞാൻ ഈ വർഷം വാങ്ങിയത് ഡിജിറ്റൽ പ്ലാനറാണ്. ഞാൻ കാണിച്ചുതരാം. സ്റ്റുഡിയോ ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. നിങ്ങൾക്ക് ഇപ്പം പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണെങ്കിൽ അതിനുശേഷം ഞാൻ 1-2 പേര് ഫ്രീ ആയിട്ടുള്ള പ്ലാനർ ഇടുന്നതും കണ്ടു. ബട്ട് ഞാൻ വാങ്ങിയത് 2025 പ്ലാനർ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത്. കണ്ടോ, ഇങ്ങനെയാണ് ഹോം പേജ്. കണ്ടോ, ഇവിടെ നമുക്ക് എബൌട്ട് മീ ഇന്ന് ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കലണ്ടർ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാ സ്പ്രെഡും ജാൻ ഫെബ് അങ്ങനെ എല്ലാ വീക്കും ഒക്കെ ആയിട്ട് രസമുണ്ട്. ഒരു ക്യൂട്ട് പ്ലാനറാണ്. കണ്ടോ, ഒരു ക്യൂട്ട് പ്ലാനറാണ്. ബട്ട് ഇതാണ് ഡിജിറ്റൽ പ്ലാനർ. പക്ഷേ ഇതല്ലാണ്ട് ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫ്ലൈങ് ടൈഗറിന് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണിത്. വീക്ക്ലി പ്ലാനർ എന്നാണ് ഇതിൽ എഴുതിയത്. സോ കണ്ടോ, ഇതൊരു സാധാ 30 ക്രോൺസ് എന്ന് പറയുമ്പോൾ 240 രൂപ കേട്ടോ. അതിന് കിട്ടിയതാണ്. അപ്പം ഇതാണ് ഇപ്പോൾ ഓൾറെഡി വീക്ക് 1 ആണ്. അപ്പം ഞാൻ Jan 1 മുതൽ യൂസ് ചെയ്യാൻ ഓർത്തിട്ട് വീക്ക് 1 ബാക്കി ദിവസം ഒന്നും എഴുതിയില്ല. അപ്പം നമുക്കവിടെ വീക്ക് 1 എഴുതിയിട്ട് ഈ വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് 2 എന്ന് പറയുമ്പം ഡേറ്റ് ഇവിടെ തൊട്ട് നമുക്ക് എഴുതിയിട്ട് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാം. സോ ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വലിയൊരു നഷ്ടം വരുന്നില്ല. അത് മാത്രമല്ല ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുമോ എനിക്കറിയില്ല, പക്ഷേ എന്നാലും എനിക്ക് കണ്ടിട്ട് കുറച്ച് കൗതുകം തോന്നി ഞാൻ വാങ്ങിയതാണ് ഒരു ബഡ്ജറ്റ് പ്ലാനർ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും നോട്ട്സിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിടാറ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടാൽ ഒരു മന്ത് എന്തിനൊക്കെ കാശ് ചിലവായി എന്നുള്ളത് ഇതിനകത്ത് കിട്ടും. ഇതും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റ് ലഞ്ചാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോൺസ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. അമ്മൻ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ അതെ അച്ചാറും നമ്മൾ കുറച്ച് സാലഡും. ഒരു കുട്ടി ആമസോൺ
ഹോള് കാണിച്ചു തരാം. ഈ പ്രാവശ്യം അമ്മൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഈ പ്ലം ഗുഡ്നെസിന്റെ ബോഡി ലോഷനാണ്. ഇവിടെ ബോഡി ലോഷൻ ഭയങ്കര പൈസയാണ്. പിന്നെ അതല്ല, എനിക്ക് പ്ലമ്മിന്റെ ബോഡി ലോഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ തന്നെ ഒരു പുതിയ വേരിയന്റ് ഉണ്ട് കേട്ടോ, മാഷ്മലോ എന്നുള്ള. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് കാരമലിന്റെ ആണ് കേട്ടോ, വെനില കാരമൽ എന്നുള്ള ഫ്ലേവർ ആണ്, ആ ഒരു റേഞ്ചിലുള്ളതാണ്. നല്ല രസം കേട്ടോ, ഇതിന്റെ സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വാങ്ങിയത് ഫോക്സ്റ്റെയിലിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും എഗെയിൻ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയതാണ്. ഞാനൊരു 4 ദിവസം ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സാധാരണ ഒരു മോയ്സ്ചറൈസറിനേക്കാളും കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് റിവ്യൂല് ഭയങ്കര ലൈറ്റ് ആകുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഒട്ടലുണ്ട് കഴുത്തിലൊക്കെ ആക്കി, ഒരു കുറച്ചൊരു ഡിസ്കംഫോർട്ട് ഉണ്ട്. അതുകൊണ്ട് പിന്നെ രാത്രി യൂസ് ചെയ്യാറില്ല. രാത്രി കാരണം എന്താ വെച്ചാൽ ഇത് തേച്ചിട്ട് നമ്മൾ കിടക്കണ്ടേ. ഞാൻ ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെയാണ് ഇത് ഇടാറുള്ളത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് നോക്കാം. ഫോക്സ്റ്റെയിലിന് 1-2 പ്രൊഡക്ട്സിൻ്റെ മുന്നേ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ അടുത്ത പ്രൊഡക്റ്റ്. പിന്നെ ഉള്ളത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഐ പ്രൊഡക്ട്സും ഐ ആൻഡ് ഐബ്രോസ് ആ റേഞ്ചിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലൈനർ ആണ്. ഇത് കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ബ്രാൻഡാണ് റെനേൻ്റെ ഈ ഒരു മിഡ് നൈറ്റ് കോൾ പെൻസിൽ. ഇത് പക്ഷേ ഞാൻ യൂസ് ചെയ്തു, എനിക്ക് സ്മഡ്ജ് ആവുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫ് ആണെന്ന് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു. ഇനി വാങ്ങിയത് മാറിപ്പോയാണോ അറിയില്ലേ. കോൾ പെൻസിൽ പക്ഷെ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ, ഇതിൻ്റെ കളർ കിട്ടിലനാണ്. അടുത്തതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഫെൽറ്റ് ടിപ്പ് ലൈനറാണ്. ഇത് നല്ലതാണ്, സ്വിസ് ബ്യൂട്ടി പോലെ തന്നെയാണ്. അപ്പം ഞാൻ സ്വിസ് ബ്യൂട്ടി അല്ലാണ്ട് വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ മുന്നേ ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ വേറൊരു എണ്ണുണ്ട്, നമുക്ക് സൈഡിൽ ഒരു സ്റ്റാമ്പ് കിട്ടും. അത് ഞാൻ ഇവിടെ പോപ്പ് ചെയ്യാം പിക്ചർ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് എൻ്റെ കയ്യിലുണ്ട്, അതിവിടെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വാങ്ങിയത് മെയ്ബെല്ലിൻ്റെ ഈ ഒരു ടാറ്റു ബ്രോ ജെല്ലാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൽഫിൻ്റെ ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിയത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. 4-5 പ്രൊഡക്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതാണ്. ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തു പോകുന്നു വിചാരിച്ചു. അങ്ങനെ ദൈവൻ സെന്ററിലേക്ക് ഇറങ്ങി 2 പേരും കൂടെ. നേരെ പോയത് നോവാലുണ്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് അത് അടച്ചിട്ടേക്കെന്ന് മനസ്സിലായത്. അങ്ങനെ എക്സ്പ്രസോയിൽ വന്നിരുന്നു. ഒരു ഹോട്ട് ചോക്ലേറ്റും ലാറ്റയും ഒരു മഡ് കേക്കൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് 2025. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക. എങ്ങനത്തെ വീഡിയോസ് വേണമെന്നൊക്കെ പറയുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.